നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചാണ്. വെൽക്കം ടു ബലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഗ്രഹാം പോട്ടറുടെ കാര്യം നമുക്കറിയാം. പോട്ടർ ബ്രൈറ്റനിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റൂമേഴ്സ് അനുസരിച്ച് ലെസ്റ്റർ സിറ്റിയിലേക്ക് പോട്ടർ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനീഷ്യൽ റൗണ്ട് ഓഫ് ഡിസ്കഷൻ നടന്നു എന്നുള്ള വാർത്തയാണ് പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു യങ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള മാനേജരെയാണ് ലെസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോട്ടറിന്റെ പ്രൊഫൈല് കറക്റ്റ് ഫിറ്റ് ആണ്. ബ്രൈറ്റൺ എങ്ങനെയാണ് കളിച്ചതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ലെസ്റ്ററിലൂടെ പോട്ടർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ബയൺ മ്യൂണിച്ചിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ കമ്പനി വന്നതോടെ ആ ഡിഫൻസ് ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു പ്രൈമറി ടാർഗറ്റ് ആണ് കമ്പനിക്കുള്ളത്. ഇപ്പോ ജാപ്പനീസ് ഡിഫൻഡർ ആയിട്ടുള്ള ഹിരോക്കിയെ 30 മില്യന്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തുകൊണ്ട് ബയൺ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡീലിറ്റും എറിക് ഡയറും ഉപയോഗിക്കാനും ഒക്കെ ആ ഡിഫൻസിൽ കളിക്കുന്നുണ്ട്. പക്ഷേ പല കളികളിലും ആവറേജ് പെർഫോമൻസ് ആണ് ആ ഒരു ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഫിക്സ് ചെയ്യുക, റീബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും കമ്പനിയുടെ ഒരു പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ചെൽസി സൈഡിൽ നിന്നാണ്. ചെൽസി ഒരു സ്ട്രൈക്കറെ തപ്പി നടക്കുകയാണ്. പല ലിങ്കുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ആസ്റ്റൺ വില്ലയുടെ ഫോർവേഡ് ആയിട്ടുള്ള ജോൺ ഡുരാനുമായിട്ടുള്ള ഒരു ലിങ്കാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വില്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. ബിഡിങ്ങും ഓഫർ ഒന്നും നടന്നിട്ടില്ല. ഏർലി സ്റ്റേജ് ഓഫ് ഡിസ്കഷൻ മാത്രമാണ് എന്നാണ് ഫെബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പുള്ളി ഒരു നല്ല ഓഫർ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസിയിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ആർസണൽ സൈഡിൽ നിന്നാണ്. ഇപ്പൊ രാംസ്റ്റെയിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. പുള്ളിക്ക് പ്ലേയിങ് ടൈം കിട്ടുന്നില്ല. വളരെ കിടിലം സൈനിങ് ആയിരുന്നു. പക്ഷേ ആർട്ടറ്റയുടെ പ്രൈമറി ചോയ്സ് ഡേവിഡ് റായ ആണെന്ന് പല കളികളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു യൂറോ കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഓഫറൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് രാംസ്റ്റെയിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിനാരെയും കുറ്റം പറയാനും പറ്റില്ല. കാരണം വളരെ യങ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. പുള്ളിയുടെ പ്രൈമിലൂടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. മറ്റൊരു ക്ലബിൽ നിന്ന് റീസണബിൾ ആയിട്ടുള്ള ഒരു ഓഫറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടറ്റയും മാനേജ്മെന്റും രാംസ്റ്റെയിലിനെ പോകാൻ അനുവദിക്കും എന്നുള്ള റൂമർ പരക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. മറ്റൊരു റൂമർ കേൾക്കുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. സ്പേഴ്സ് ആണെങ്കിൽ സ്ട്രൈക്കറെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് റോമയുടെ പണ്ടത്തെ ചെൽസി സ്ട്രൈക്കർ ആയിട്ടുള്ള ടാമി അബ്രഹാമിന്റെ റൂമേഴ്സ് ആണ് ഇപ്പൊ വരുന്നത്. ജോസി മറിഞ്ഞോയുടെ കീഴിൽ എബ്രഹാം കളിക്കുന്നത് ഞാൻ പല കളികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഒക്കെ പുള്ളി ചില മത്സരങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ 30 മില്യണൊക്കെയാണ് എസ് റോമ ചോദിക്കുന്നത്. ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു 20-25 മില്യണിനുള്ളിൽ ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരു കുഴപ്പമില്ലാത്ത സൈനിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രൈമറി അസസ്മെന്റ്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂളും പല പ്ലേയേഴ്സുമായിട്ട് ലിങ്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ബയർ ലെവർകൂസന്റെ വിങ്ങർ ആയിട്ടുള്ള ജേമി ഫ്രിംഗ്പോങ്ങുമായിട്ടുള്ള ഒരു സോളിഡ് ലിങ്ക് നമ്മൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ PSG-യും ബാഴ്സയും ആർസണലും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ക്ലബ്ബുകൾ ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പല ടീമുകൾക്കും വിങ്ങേഴ്സിന് ആവശ്യമുണ്ട്. പുള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളും അസിസ്റ്റും ഒക്കെ പുള്ളിയുടെ ബൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. 40 മില്യന്റെ റിലീസ് ക്ലോസ് ആണ് ഫ്രിംഗ്പോങ്ങിലുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബ് പുള്ളിയെ സൈൻ ചെയ്യും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെന്റ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ് താഴെ അറിയിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.